അങ്ങനെ ആന്റി ഒന്നും കൂടെ നാട്ടിൽ പോവാണ്. ആന്റീനെ യാത്രയാക്കാൻ പോവാ ഞങ്ങള്. അമ്മ വരെ നീ പോണ്ടോ അതിന്റെ നാട്ടിക്ക്? അതിന് ഞാൻ പോണില്ല. നമുക്ക് പോവാ നാട്ടിലിട്ടോ. ഓടാ അവിടുന്ന്. നന്ന അമ്മ വീട്ടിലിരുന്ന വേഷത്തിലല്ലേ വന്നേ? അയ്യോ അത് കടിക്കല, ആന്റീന്റെ ബാഗാണ്. ദാക്കുചേട്ടനൊക്കെ വീട്ടിൽ നിന്നിരുന്ന വേഷത്തിൽ അങ്ങോട്ട് കയറി പോകുന്നതാണ്. ഞാനറിയല്ല. നമുക്ക് പോണം നാട്ടില്, നമുക്ക് നാട്ടിൽ പോണോട്ടെ. ഇപ്പൊ ആന്റി പൊക്കോട്ടെ. ആന്റീന്റെ എത്രങ്ങാനും പെട്ടിയാവും. 2 പെട്ടിയൊക്കെ എന്തിനാ ആന്റിക്ക് തന്നെ? ഈ ആച്ചു ചൊറിയില്ല. ആന്റിക്ക് ഞാനുണ്ടല്ലോ വണ്ടി തിരിച്ചങ്ങോട്ട് വിടും. ഞാൻ പോവാൻ പറ്റൂല. ഞങ്ങളപ്പോ നിക്കണ്ടപ്പ കുട്ടി. ഞാൻ കുറച്ച് പാല് തരാണ്ടേ? ഈ ആന്റിന്റെ കൂടെ പോയിക്കോ. അമ്മ വരൂല. അമ്മ വരൂല. ഈ വേണമെങ്കിൽ ആന്റിന്റെ കൂടെ പോയിക്കോ. എന്നാ മിണ്ടാതെ അവിടെ. അമ്മ പോവണ്ട്, ഈ ഇവിടെ നിൽക്കും. കണ്ടോ അന്തേന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഡ്രസ് എടുത്താണ്. തിരിച്ചു വരികയല്ല അമ്മ. ഞാൻ പോണില്ല നന്ദാ. എന്നാ ഈ ഒരു കാര്യം ചെയ്യ്, പോയിക്കോ. അമ്മ വരില്ല. അനക്ക് അമ്മേനെയാണോ ആന്റീനെയാണോ ഇഷ്ടം? വേഗം പറ. എന്നാ ഇവിടെ നിക്ക. ഇനി ആന്റീനെയാണ് ഇഷ്ടമെങ്കിൽ ആന്റീന്റെ കൂടെ പോവാ. ആൾക്ക് നാട്ടിൽ പോവും വേണം, ഞാൻ കൂട്ടും വരണം. അതാണ് പ്രശ്നം. ഇതൊരു ഫ്ലൈറ്റ് വരും. നോക്ക് എന്താ നോക്ക്, ഫ്ലൈറ്റ് വരുന്നു കണ്ടോ? ഈ ഫ്ലൈറ്റ് വരുന്നത് കണ്ടോ? എല്ലാവരും പറയട്ടെ, കരച്ചില്ല പറയണ്ട. എന്ത്? ഞാൻ വരില്ല. ഈ ഒറ്റയ്ക്ക് പോവും ആന്റീന്റെ കൂടെ? ഞാൻ വരില്ല. ഈ ആന്റീന്റെ കൂടെ വേണമെങ്കിൽ പോയിക്കോ. അമ്മ വരുമൊന്നുമില്ല. ഈ പോവാ വേണമെങ്കിൽ. അക്കോ എവിടെ? വിമാനം കടല്. ഞമ്മ 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 അറിഞ്ഞോണ്ടിരിക്കണ്ട. എവിടേക്ക് വേണം നമ്മ? ബാ ഇങ്ങോട്ട് വാ. എന്റെ ഇവിടെ ഇല്ലേ പോട്ടെ. വാ വേഗം കൊള്ളട്ടെ. ഈ ആന്റീന്റെ കൂടെ പോയിക്കൂടി. അമ്മയ്ക്ക് വരാൻ പറ്റൂല. ഈ ഒറ്റയ്ക്ക് വേണമെങ്കിൽ പോയിക്കോ. അക്കു ഈയോ ആന്റീന്റെ കൂടെ പോവോ? അക്കുവിന്റെ കൂടെ നന്ദിയും പോവും. ആന്റി ഞാൻ വരണമെന്നൊന്നുമില്ല. അക്കു വന്നാ മതി. ഇത്ര തിന്നാൻ കടയൊക്കെ പോരുവോ? അത് പോരുന്ന് പറഞ്ഞ് രണ്ടാ കൊണ്ടുപോവില്ല. ഞാൻ വാങ്ങിച്ചോടാ. ഡ്രസ്സൊന്നും വേണ്ട. ആന്റി വേറെ ഡ്രസ്സ് വാങ്ങിച്ചോ. ഒറ്റടിക്ക് അവിടുന്ന് കേറി പോണ കണ്ടോണ്ട് മുടി കെട്ടി കഴിഞ്ഞ് പോരണേ. എന്റെ കൂടെ പോരെ. അന്നെ കൊണ്ടോണില്ല. പിന്നെ എങ്ങനെ അക്കു വരേണ്ട ആവശ്യം? അന്നെ കൊണ്ടോണില്ല. അക്കുനെ കൊണ്ടോണുള്ളൂ. ആന്റി അങ്കിളിനെ കൂട്ടാൻ പോവാണ്. അങ്കിള് വന്നിട്ട് അങ്കിളിനെ വിളിച്ചിട്ട് വരും ആന്റി ട്ടോ. പോയിട്ട് പിന്നെ ഇവിടുന്ന് എല്ലാരും കൂടെ നമുക്ക് അതിന്റെ മുകളിൽ റോളർ കോസ്റ്ററിൽ പോയാലോ? ഞങ്ങൾ സ്വിച്ച് ഇട്ടായിരിക്കുകയാണ്. കരച്ചിലിന്റെ സ്വിച്ച് ഇട്ടിരിക്കുകയാണ്. ആന്റി പോണില്ല കേട്ടോ. ആന്റി സാധനങ്ങളൊക്കെ അവിടെ വെക്കാൻ പറ്റുമോ നോക്കുക കേട്ടോ. എങ്ങോട്ട്? ചെരുപ്പ് പോലും ഇടാത്ത നീയെ.
ഓൻ വരട്ടെ, അജു വരട്ടെ. ആന്റി ഒന്ന് സെറ്റാക്കി പറയട്ടെ. നീ വരുന്നുണ്ടെന്നൊന്ന് പറയട്ടെ അവരോട്. ഇപ്പൊ തുറക്കല്ലേ? നിനക്കൊരു ടിക്കറ്റ് എടുത്ത് വരട്ടെ ആന്റി വേഗം കേട്ടോ. ആന്റി ഒരു ടിക്കറ്റ് നന്ദക്ക്. നന്ദ അടക്കി, വാതിൽ അടക്കി. നിക്ക് അവിടെ ആന്റി ശരിയാക്കട്ടെ. പെട്ടി ആദ്യം ശരിയാക്കട്ടെ ആന്റി. ആന്റിന്റെ പെട്ടിയൊക്കെ ആദ്യം ശരിയാക്കട്ടെ കേട്ടോ. ബാഗ്, ഒരു ബാഗിന്റെ മടിയിലാണ് ഈ ബാഗ്. എന്ത് ടിക്കറ്റ്? ആ നന്ദയ്ക്ക് ഒരു ടിക്കറ്റ് എടുക്കണേ പെട്ടെന്ന്. ആന്റി ടിക്കറ്റ് എടുത്തിട്ട് ഓടി വരാട്ടാ. കൊച്ചിനെ പിടിക്കട്ടെ നീ. ഞാനിപ്പോ ഓടി വരാട്ടാ. പോയിട്ട് വാ. അതെ ആന്റി ഒരു സാധനം തരാം, വേഗം മേടിച്ചിട്ട് വരുവോ? എന്താ വാങ്ങിക്കാനുള്ള? അതെ നന്ദക്കില്ലടി പോകുമ്പോഴേക്കൊരു സാധനം മേടിച്ചിടും കേട്ടോ. വേഗം മേടിച്ചോട്ടാ. പൈസ കിട്ടിയപ്പോ കരച്ചില് നിർത്തി. അങ്ങനെ ആന്റി അതാ പോകുന്നു. നാട്ടിൽ ചെന്ന് കാണാം. ബൈ. അപ്പൊ പൈസ കിട്ടിയപ്പോ നീ വേഗം ഇങ്ങോട്ട് കരച്ചിൽ മാറ്റി പൈസയും പിടിച്ച് പോയിട്ടല്ലേ, അല്ലെങ്കിൽ ഞാൻ അപ്പൊ തന്നെ വിടുമായിരുന്നു. എന്താ നാടകം വേണ്ട. അങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. അമ്മ പറയണേക്ക്. ആന്റി ഇപ്പൊ പൈസ തന്നില്ലേ, പാപ്പി തന്നില്ലേ? ആ പൈസ തന്ന നേരത്തെ ഓർക്കാൻ ഞാൻ എവിടെ? ആ ജോ ഒന്നെങ്കിൽ ആന്റീന്റെ കൂടെ പോണം, അല്ലെങ്കിൽ ബീച്ച് പോണത്ര. ആ പാപ്പി കിട്ടാതെ ഈ പോയാ മതിയെന്ന്. ഇല്ല, ആന്റി പോവാൻ നേരത്ത് നന്ദയ്ക്ക് ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി, ഡ്രസ്സ് തയ്ക്കാൻ വേണ്ടി, ഷിമ്മീസിന്റെ അളവ് എടുക്കാൻ വേണ്ടി പഴയ ഒരു ഷിമ്മീസ് എടുത്തപ്പോഴേക്ക് ഇവിടെ നിന്ന് പിടിച്ചു വാങ്ങി. ഇന്റെ ഡ്രസ്സൊന്നും കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞിട്ട്. കയ്യിലൊന്നും ചെലവാക്കൂല, ബാക്കിയുള്ള കൊണ്ടുപോയിട്ട് ഞങ്ങൾ ഇക്കാന്റെ കടയ്ക്ക് പോവാ. ആണോ? എന്താ ഇക്കാന്റെ കടയിൽ പോവട്ടി? ആ കേട്ടോ, ഇത് അച്ഛന് കൊടുക്കാനുള്ള പൈസയാണ്. ലെഫ്റ്റ് കാണുന്ന എയറോപ്ലെയിൻ, ലെഫ്റ്റിൽ കാണുന്ന എയറോപ്ലെയിൻ കണ്ടല്ലേ കിട്ടുമോ? നമുക്ക് slowly go. ഏത് മീന്? ആന്റിന്റെ അടുത്ത് പോണോ? ആന്റിന്റെ അടുത്ത് ഇപ്പൊ പോണോ? അപ്പൊ പാപ്പി നേരത്തെ പൈസ തരാൻ ചെപ്പ കൊണ്ടുവിടും.
ബർഗർ. ഈ ഇന്റെ കയ്യിലുള്ള പൈസക്ക് നല്ലോ കുട്ടടിക്കണ്ടല്ലോ. എന്റെ പൈസ കൊണ്ട് എന്തെങ്കിലും ഒരു ചെലവ് വന്നിട്ടുണ്ടോ? തന്നിട്ടോ? നന്ദ റിച്ച് ആണ് ഇപ്പം. 10 റിയാലുണ്ട് നന്ദന്റെ കയ്യില്. വീഡിയോ പോയിട്ട് നമ്മളല്ല മറ്റേ ലിപ്സ്റ്റിക് മുട്ടായി വാങ്ങി ചായ കുടിക്കാൻ പോയാലോ? നന്ദ ചായ വാങ്ങിച്ചു തരുമോ? അമ്മയ്ക്ക് വാങ്ങിച്ചു തരൂ അല്ലേ? ആ, ഒരു പൈസ മതി. ആ പൈസ കൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ചായ കിട്ടും. നന്ദേ, ഒരു പാപ്പി തരാൻ 2 പാപ്പി തരാം. വേണോ? നന്ദേ, 2 പാപ്പി തരാം. ആ ഒരു പാപ്പി ഉണ്ടാ? 2 പാപ്പി. ആ പാപ്പി ഉണ്ടാ? അത് തന്നത് 2 തരും. അത് തരാണിച്ചത് 2 തരും. ഒന്ന് തരാണിച്ചത് 2 തരും. ഫസ്റ്റ് കൊടുക്കത്. ഫസ്റ്റ് കൊടുക്കും. എടി പൊട്ടത്തി എന്നെ പറ്റിച്ചടി. അതാണ് വലിയ പൈസ. ഞാൻ വാങ്ങിച്ചു. അക്കന്നെ പറ്റിക്കാൻ വേണ്ടി കാട്ടണോ? തന്നില്ലേ പാവടി. ഇനി നമ്മള് കടയിൽ പോയിട്ട് നമ്മൾ ആ 2 ഈ പാപ്പിക്ക് മിഠായി വാങ്ങിക്കണം. യെസ്, അക്കു കിട്ടും, ചവിട്ട് കിട്ടും. ബുദ്ധിപൂർവ്വം കളിച്ചാ പൈസ കിട്ടും. അനക്ക് ബുദ്ധിയില്ല, അതിന്റെ കുഴപ്പമില്ലല്ലോ. എറിഞ്ഞ് കളിക്കണ ഞാൻ പൈസ എന്തായാലും നന്ദേ അത് വാങ്ങിക്കാൻ വേണ്ടിട്ട് അക്കു കാണിക്കണോക്ക. ആ വലിയ പാപ്പി വാങ്ങിക്കാൻ വേണ്ടി അക്കു പറയണുണ്ടോ? ചെറിയ പാപ്പിയാണ്. വെറുതെ പറ്റിക്കിട്ട് മണ്ടൻ ഓടാൻ മണ്ടൂച്ച പറയും. നമ്മള് പാപ്പി, നമ്മള് ആന്റിനെ കുറിച്ച് ആന്റിനെ വിളിച്ചറിഞ്ഞോ? ആന്റിനെ കാണിച്ചു കൊടുക്കും ശ്രീ. ആന്റിന്റെ ഒരു ഫോട്ടോ കാണിച്ചു തരട്ടെ? ആന്റിന്റെ ഫോട്ടോ കാണിച്ചു തരട്ടെ? അപ്പൊ ഈ എന്തിനാ ആന്റി തന്ന പൈസ വാങ്ങിച്ചു പോരാൻ നിന്ന്? അനക്കാണ് ആന്റിന്റെ കൂടെ പോയിക്കൂടായിരുന്നോ? അനക്കും കറിഞ്ഞൂടായിരുന്നില്ല. അക്കൊന്നൊരു 10 വേല കൂടി കിട്ടായിരുന്നില്ലേ? എന്ത് നാടകാടാ അത്? ഞാൻ വിട്ട എന്റെ കൂടെ പോണ്ടേ? ഞാൻ പോരണോ? അജി നാട്ടിൽ പോണ്ട്. ഈ അജീന്റെ കൂടെ നാട്ടിൽ പോണോ? എന്നാ അന്നേരം അവിടെ പോണ്ടേ? പൈസ കണ്ടപ്പോ ഈ മറന്നില്ലേ അത് നാട്ടു പോക്ക്? നന്ദക്ക് ഒന്ന് വെച്ച് നന്ദ ഡബിൾ ആക്കി. മര്യാദക്ക് അത് തന്നില്ലെങ്കിൽ ഞാൻ പിളക്കി വിടും. നന്ദ വീഴും. എനിക്ക് ബുദ്ധിപൂർവ്വം കളിക്കണം. അനക്ക് ബുദ്ധി ഇല്ല, അതുകൊണ്ട് കിട്ടിയില്ല. ഞാൻ ബുദ്ധി കളിച്ചു. ഈ അവിടെ പോയാലും കിട്ടൂലൊക്കെ. എന്താണ് ആന്റി? അപ്പൊ ഈ പൈസ വാങ്ങിച്ചിട്ടല്ലേ നന്ദ? ഇല്ലെങ്കിൽ നമുക്ക് പോയിക്കൂടായിരുന്നോ? ഇനി മിണ്ടാൻ പാടില്ല കേട്ടോ. കിട്ടൂല മണ്ടറ. അക്കു പഠിച്ച പണി നോക്കുക. പൈസന്റെ കൗണ്ടിങ്സ് ഒന്ന് പറഞ്ഞു കൊടുക്കരുത്. പഠിപ്പിക്കണ്ട. പൈസ പിടിക്കാനൊക്കെ ആവുമ്പോ പഠിപ്പിച്ചാൽ ആന്റിന്റെ വീട്ടിൽ നമുക്ക് പോവാം. ആന്റി പോയിട്ട് അവിടെ ആരാ ഉള്ളത് പോയി നോക്കാം. ഓക്കെ, ഇതുകൊണ്ട് നമ്മള് 100 മുട്ടായി വാങ്ങിക്കണ്ട. മറ്റേതോടെ ഒന്നുകൂടി തന്നോടെ. ആർക്കും കൊടുത്ത് അക്കൂര് കൊടുത്തോ? ഞങ്ങളോടെ വാങ്ങിക്കോണ്ടിരുന്ന നന്ദേന്റെ പാപ്പില്ലേ? നന്ദേന്റെ പാപ്പിയല്ലേ വാങ്ങി? എന്റെ നന്ദക്കുട്ടിക്ക് ചായ ഒക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് ഞാൻ പോവുള്ളൂ. ചോദിക്കോ എന്നെ മണ്ണിറക്കി കൊടുക്കാം. അക്കു ഇറക്കി കൊടുക്കല്ലേ? ഇറങ്ങി കൊടുക്കൂ. അങ്ങനെ നടന്ന വീട്ടിൽ എത്തി. ഇറങ്ങിക്കോ. അടി കിട്ടും പോലെ. വേണ്ട, ഈ ഇറങ്ങണ്ട. ഇറങ്ങി തുറന്നോ തുറക്ക്.
ആ നേരെ നടന്ന വീട്ടിലേക്ക് എത്തും. അങ്ങനത്തെ വാശിയൊക്കെ പിടിക്കുമ്പോ നമ്മളെ ഇറക്കി ഓനത് ആദ്യം ചായക്കടയ്ക്ക് എത്തും. അതോ ഓടി വരുന്നട വണ്ടീന്റെ പിന്നാലെ. ഓ വിചാരിച്ച് ഇറങ്ങണ്ട അറിയുന്നത് ഞാൻ വന്ന് പോയി കയറും. ഇവിടെ ഒന്നും പാർക്കിംഗ് ഇല്ല. ആ ഇക്കാന്റെ കടയിൽ നിർത്തിയാ മതി. ചായ കിട്ടാ ഞാൻ ചായ വാങ്ങിച്ചു തരാം. കടി എന്താ വേണ്ടേ മാമക്ക് എന്റെ ഒപ്പം പോരും. ഇതല്ല പൈസ, മറ്റേ പൈസ തരാൻ പറയും. വലിയ പൈസ. വലിയ പൈസ ഇവരൊക്കെ നന്ദക്കുട്ടി വാ. ഇതല്ലടി പൊട്ടത്തിയ പൈസ, ഓന്റെ കയ്യിലുള്ളതാ പൈസ. വാ നമുക്ക് അടുക്ക് എന്താ വേണ്ട നോക്ക്. എടാ 2 റിയാലിന് ഐസ്ക്രീം കിട്ടും. ഓക്ക് എന്നാ 2 റിയാലാ. ഇതെന്താ അതെന്താ ഈ പോയിക്കോ, ഓന്റെ കൂടെ ചെല്ല്. എനിക്ക് കടി വേണ്ട, ഉള്ളി ചായ. ചായ മാത്രം. അപ്പൊ ജ്യൂസിന്റെ എങ്ങനെ പറഞ്ഞ പല്ലിനെ കുഴിക്കുത്തു. പറ. ആരെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ പറ്റൂല നീ വരണം. ഇത് എത്ര ഐസ്ക്രീമാ വാങ്ങിച്ചേ? അലക്കാൻ കൊടുക്കണം ഡ്രസ്. നഷ്ടക്കച്ചവടാ. ഒരു 10 റിയാലിന്റെ കടിക്ക് അവിടെ ആയി. ഇവിടുന്ന് 3 ഐസ്ക്രീമും ആയി. നഷ്ടക്കച്ചവടാണ്. ഇതല്ലേ ലാഭം നോക്കി പോയത്. ആ ഡോർ അടഞ്ഞിട്ടില്ല. ഒന്ന് അലാറം കാണിക്ക. ഹാൻഡ് ബ്രേക്ക്. കാർന്ന് കഴിക്കണ്ട, അച്ചടിക്കും. അച്ചടിക്കും. നോക്ക്, കാറിലൊക്കെ ആക്കി അച്ഛൻ്റെ അടി കിട്ടും കേട്ടോ. കാറിലില്ല അവിടുന്ന് ഇപ്പത്തും വീട്ടിലിപ്പത്തും. വീട്ടില് ആയൂനുള്ള ഇവിടെ ഉണ്ട്. പിടി പറഞ്ഞില്ലേ ഞാൻ, പിടിക്കില്ല. ആ പിടി. ആക്കി കഴിഞ്ഞാ നന്ദേ യാക്കൂല പറഞ്ഞിട്ടുണ്ട്. എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, അന്നൊക്കെ ആക്കിയിട്ടുണ്ട്. പിന്നെ മേത്തല്ല എന്ത് വിന്താലും അല്ലേ അക്കോ. അയ്യടാ പറയുന്ന കേട്ടോ സു. ഇപ്പൊ അമ്മ ചായ കുടിക്കണില്ലേ വണ്ടിയിൽ നിന്ന്? ഞാൻ വണ്ടിയിൽ എവിടെ ആക്കാതെ ചായ കുടിക്കുന്നത്. അന്നെ പോലെ അല്ല, അതാണ് ഉദ്ദേശിച്ചത്. ഇത് സാധനം. അപ്പൊ അതൊക്കെ വളർത്താൻ പറ്റിയ മുതലാണ്. ഞാൻ അച്ഛനോട് പറഞ്ഞു കൊടുക്കും, നന്ദ ഇങ്ങനെയൊക്കെ വണ്ടിയിൽ നിന്ന് ഐസ്ക്രീം തിന്നൂന്ന്. അമ്മേനെ ഇഷ്ടല്ലല്ലോ. അപ്പൊ അമ്മ പോട്ടെ. എന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, അങ്ങനത്തെ ഡയലോഗ് അടിച്ച അമ്മ പോന്ന്. ഇപ്പൊ അനങ്ങിയ ഉള്ളതാണ്. ഞാൻ എന്ത് പറയുമ്പോഴേക്കും എന്നോട് പറയും എനിക്ക് അമ്മേനെ ഇഷ്ടല്ലാന്ന്. വണ്ടി ഇറങ്ങിയിട്ടേ കമ്മാ കുമ്മാന്നൊന്നും വിളിക്കണ്ട, ഞാൻ പോവാണ്. ഇപ്പുറ സൈഡിൽ കൂടെ എല്ലാവരും ഇറങ്ങിയാല്